നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാലിയാറിലൂടെ കണ്ട കാഴ്ചകൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും ഭീതിപ്പെടുത്തുന്നതുമാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. മൃതദേഹങ്ങളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൈയും കാലും തലയുമൊക്കെ വേർപെട്ട രീതിയിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തുന്നു. രക്ഷാദൗത്യത്തിന് ഇറങ്ങിയിരിക്കുന്നവരെ പോലും വിറങ്ങലിപ്പിക്കുകയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ. രക്ഷാദൗത്യത്തിന് ഇറങ്ങിയവരിൽ പലരും ഛർദ്ദിക്കുകയും തലകറങ്ങി വീഴുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു. ചാലിയാറിലൂടെ ഒഴുകി വന്ന മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും എണ്ണം 205 കടന്നു. കഴിഞ്ഞ ദിവസം ലഭിച്ച 3 മൃതദേഹങ്ങളും 18 വയസ്സിൽ താഴെയുള്ളവരുടേതാണ്. 12, 15, 16 വയസ്സ് തോന്നിക്കുന്നവ. പുറമെ 13 ശരീരഭാഗങ്ങളും ലഭിച്ചു. 3 ശരീരഭാഗങ്ങൾ തിരിച്ചറിയുന്നതിനായി DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്നത് എന്താണ് എന്ന് വിവരിക്കാൻ പോലും ആകാതെ മനസ്സ് മരവിച്ച് നിൽക്കുകയാണ് രക്ഷാദൗത്യത്തിലുള്ളവർ. മൃതദേഹങ്ങളെക്കാളും കൂടുതൽ ശരീരഭാഗങ്ങളാണ് ചാലിയാറിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. പുഴയോരത്ത് വിവിധ ഇടങ്ങളിലെ തിരച്ചിലിൽ 73 മൃതദേഹങ്ങളും 132 ശരീരഭാഗങ്ങളുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഉടൽ വേർപെട്ട തലയും കൈകാലുകളും കാൽപാദങ്ങളും ഉൾപ്പെടെ ഭയാനകമായ വിധത്തിലാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുന്നതെന്ന് രക്ഷാ സംഘങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസവും ചാലിയാർ തീരത്തുടനീളം വിവിധ സേനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നിരുന്നു. ഔദ്യോഗിക കണക്ക് പ്രകാരം 37 പുരുഷന്മാരുടെയും 29 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ഇതുവരെ ലഭിച്ചത്. 12 വയസ്സിൽ താഴെയുള്ളവ മാത്രമാണ് കുട്ടികൾ എന്ന കണക്കിൽ ആരോഗ്യവകുപ്പ് ഉൾപ്പെടുത്തുന്നത്. ഒന്നും അവശേഷിപ്പിച്ചില്ല. ഒരു നാടൊന്നാകെ ഇല്ലാതായ കാഴ്ചയാണ് വയനാട്ടിലുള്ളത്. ഇപ്പോഴും മണ്ണിനടിയിലും ചെളിയിലും വെള്ളത്തിനടിയിലും പാറക്കൂട്ടങ്ങൾക്കിടയിലുമൊക്കെ ശരീരഭാഗങ്ങളും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ പുറത്തെടുക്കും എന്ന് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ദൗത്യസംഘം. എന്നാൽ എല്ലാവരെയും കണ്ടെടുക്കുമെന്ന് സൈന്യം വ്യക്തമാക്കുന്നു. എന്നാൽ ആ കുടുംബങ്ങളെ ഈ ശരീരഭാഗങ്ങൾ എങ്ങനെ കാണിക്കും? ഇതൊക്കെ ആരാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ഇതാണ് വലിയൊരു ദുരന്തമായി നിൽക്കുന്നത്. വയനാട്ടിൽ ഈ ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന മറ്റ് സ്ഥലങ്ങളിലുള്ള ഉറ്റവരും ഉടയവരും തങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവനോടെ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ദിവസവും വരുന്ന പത്രങ്ങൾ നോക്കിയാണ് കണ്ടുപിടിക്കുന്നത്. എന്തൊരു ദുരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് ഓർക്കുക. ഇത്രയും വലിയൊരു ഭയാനകമായ ദുരന്തം കേരളം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? 2018 പ്രളയം നമ്മളെ വലിയ രീതിയിൽ ഉലച്ചിരുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ദുരന്തം. കുട്ടികളുടെയൊക്കെ മൃതദേഹാവശിഷ്ടങ്ങൾ പെറുക്കിയെടുക്കുമ്പോൾ കൈകൾ വിറയ്ക്കുകയാണെന്ന് രക്ഷാദൗത്യത്തിലുള്ളവർ പറയുന്നു. ഇതുപോലെ ഒരു ദുരവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടാകരുത്. കാരണം നമുക്കത് സഹിക്കാനും താങ്ങാവുന്നതിനും അപ്പുറമാണ്. മനുഷ്യനല്ലേ, പതറിപ്പോകും. കൈകാലുകളൊക്കെ പെറുക്കി കൂട്ടിയെടുക്കുന്ന ആ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുക. ഒരു നിമിഷത്തേക്ക് മനസ്സ് കല്ലാക്കി നിർത്തണം, എന്നാലേ അതിനൊക്കെ കഴിയുകയുള്ളൂ. എന്നാൽ മനുഷ്യനായതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടാകുന്നതെന്ന് ഈ സംഘങ്ങൾ പറയുന്നു. വലിയ രീതിയിൽ വീണ്ടും തെരച്ചിൽ തുടർന്നിട്ടുണ്ട്. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലായിരിക്കും തിരച്ചിൽ ശക്തമാക്കുന്നത്. ചാലിയാറിൽ 7 മണിയോടെ 2 ഭാഗങ്ങളിലായി തിരച്ചിൽ പുനരാരംഭിച്ചു. ചാലിയാറിലെ തെരച്ചിലും തിങ്കളാഴ്ചയോടെ അവസാനിപ്പിക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദൗത്യം അവസാന ഘട്ടത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു. ഇനി 206 പേരെയാണ് കണ്ടെത്താനുള്ളത്. മരിച്ചവരിൽ 30 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 93 ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലായി 14,042 പേരാണ് കഴിയുന്നത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കുകയാണ്. സർവമത പ്രാർത്ഥനയോടെയായിരിക്കും സംസ്കാരം നടത്തുന്നത്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പുഞ്ചിരിമട്ടം, ചൂരൽമല, മുണ്ടക്കൈ, ഒപ്പം തന്നെ സൂചിപ്പാറയിലെ താഴ്ന്ന ഭാഗങ്ങൾ, ചാലിയാർ പുഴയിലെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധന ശക്തമായി തുടരുകയാണ്. 5-ാം ദിവസവും ആരെയും ജീവനോടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചാലിയാറിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് 12 മൃതദേഹങ്ങളാണ്. ഇതോടെ ചാലിയാറിൽ വിപുലമായ തെരച്ചിൽ നടത്താനാണ് തീരുമാനം. പുഴ ഗതി മാറി ഒഴുകിയ സ്ഥലങ്ങളിലടക്കം പരിശോധന നടത്തും. തുടർന്ന് തിങ്കളാഴ്ചയോടെ പരിശോധന അവസാനിപ്പിക്കാനാണ് തീരുമാനം. വലിയൊരു ദുരന്ത മുഖത്താണ് നമ്മൾ. ഇതിന്റെ ഭീതിയും വേദനയും ഒരിക്കലും ഉണങ്ങില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.